അപ്പോൾ ഇതേപോലെ പഴയൊരു സ്പൈഡർ പ്ലാന്റ് ചെടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തിക്കും ബുഷും സ്പൈഡർ പ്ലാന്റിൽ നിറച്ചും സ്പ്രൗട്ട് തിങ്ങി നിറയാണ് കേട്ടോ. തൈകൾ നട്ടെടുത്താൽ പെട്ടെന്ന് നമുക്ക് ഇതേപോലെ ബുഷായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പണമില്ലാത്ത ഒരു അടിപൊളി വളമാണ് ഇത് നമുക്ക് ചെയ്തു കൊടുക്കാം. സീറോ കോസ്റ്റ് തന്നെ പറയാം. അതേപോലെ തന്നെ നടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോട്ട് മിക്സ് പെട്ടെന്ന് ചെടി വലുതായി വരാനായിട്ട് നല്ല വായുസഞ്ചാരം കിട്ടുന്ന ഒരിക്കലും റീസെറ്റ് ആവാത്ത സീറോ കോസ്റ്റ് പോട്ട് മിക്സ് ഇത് നമുക്ക് ഉണ്ടാക്കാം സിമ്പിളായിട്ട് 5 മിനിറ്റ് കൊണ്ട്. വീഡിയോ സപ്പോർട്ട് ചെയ്യാനായിട്ട് ലൈക്ക് എന്നില്ലെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്കും ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് നമുക്ക് എന്തൊക്കെ പ്രോ ടിപ്സാണ് ശ്രദ്ധിക്കേണ്ടത് സ്പൈഡർ പ്ലാന്റ് നന്നായിട്ട് വളർന്നു വരാൻ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു പോട്ട് മിക്സ് ഉണ്ടാക്കാം. നമുക്ക് നെല്ലൊക്കെ അതിൻ്റെ തോലുണ്ടല്ലോ, നെല്ലിൻ്റെ തോല് ഉമി എന്ന് പറയുന്നത്, ഇതാണ് നമ്മളിവിടെ പകുതി ഭാഗത്തേക്ക് എടുത്തത് കേട്ടോ. നന്നായിട്ട് വായുസഞ്ചാരം കിട്ടും. അതേപോലെ തന്നെ ഇതിൽ കുറച്ച് തവിടൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മൈക്രോ ന്യൂട്രിയൻസ് കിട്ടും. ഒരിക്കലും റീസെറ്റ് കിട്ടില്ല, ചാവില്ല, നന്നായിട്ട് ഈർപ്പം നിൽക്കുകയും ചെയ്യും. ഓവർ ഈർപ്പം നിൽക്കില്ല. ഓവറായിട്ടുള്ള ഈർപ്പം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് നശിച്ചു പോകുമല്ലോ. അതുകൊണ്ട് തന്നെ മിതമായ രീതിയിൽ നമുക്ക് ഈർപ്പം നിലനിർത്താൻ വളരെയധികം സഹായിക്കും ഉമി. അപ്പം ഇത് നമുക്ക് ഫ്രീ ആയിട്ട് മില്ലിലൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. കുറച്ച് സംഘടിപ്പിക്കാനായിട്ട് മറന്നു പോരുത് കേട്ടോ, ഇല്ലെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. ഇവിടെ നമുക്ക് പിന്നെ ആവശ്യമായിട്ടുള്ളത് നമ്മുടെ വീട്ടിലൊക്കെയുള്ള ചായച്ചണ്ടിയാണ് കേട്ടോ. ഇത് നമുക്ക് ഉണക്കി വെക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ എടുത്തിട്ട് കുറച്ച് ദിവസം ശേഖരിച്ച് വെച്ചതിന് ശേഷം ഉപയോഗിക്കാം. അപ്പോൾ 2 പിടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വീട്ടിലൊക്കെ തേങ്ങാത്തുണ്ടുണ്ടെങ്കിൽ ചെറുതായി നമ്മൾ കത്തിയെടുത്ത് വെട്ടിയെടുക്കുക. അതിനുശേഷം മിക്സിയിലിട്ടൊക്കെ ഇട്ട് പൊടിച്ചെടുക്കാമെങ്കിൽ നമുക്ക് ഇതേപോലെ ആയി കിട്ടും. അത് നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകിച്ചെടുത്താൽ കമ്പോസ്റ്റായി കിട്ടി. കുറച്ച് ചാണകപ്പൊടി കൂടി ചേർത്ത് കമ്പോസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അടിപൊളിയായിട്ടുള്ള ഒരു പോട്ട് മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മണ്ണ് ഉണ്ടെങ്കിൽ അത് കൂടിയും ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ എല്ലുപൊടിയോ അല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്കോ അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ ഒപ്പം ഓരോരുത്തർക്ക് വീട്ടിലൊക്കെ ഉള്ള സൗകര്യം അനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പഴയ ചെടി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇലകളൊക്കെ അടിഭാഗത്തുള്ളതൊക്കെ നമ്മളൊന്ന് വെട്ടി മാറ്റുക. ഇനി പുതിയ ചെടിയാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് നടാം. ഈ ഒരു പോട്ട് മിക്സിലേക്ക് നട്ടു കൊടുത്താൽ മതി. പോട്ട് എടുത്തിട്ട് നന്നായിട്ട് ഡ്രെയിനേജ് ഹോളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് നട്ടു കൊടുക്കാം. ഈ ഒരു പഴയ ചെടി ഞാൻ റിപ്പോർട്ട് ചെയ്യുകയാണ്. അത് കുറച്ച് ഉഷാർ കുറവായിട്ട് ഇങ്ങനെ കുറേ കാലമായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അടിയിലുള്ള ഇതേപോലെ മൂത്ത ഇലകളോ അല്ലെങ്കിൽ പഴുത്ത ഇലകളോ ഒക്കെ ഉണ്ടെങ്കിൽ വെട്ടി മാറ്റി ചെടി ഒന്ന് ആദ്യം വൃത്തിയാക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു പോട്ടൊന്ന് അടർത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ അടിഭാഗത്തുള്ള മണ്ണ് നമുക്ക് കുറച്ച് കളയണം. പോട്ട് മിക്സ് കുറച്ച് കളഞ്ഞതിന് ശേഷം പുതിയ പോട്ട് മിക്സ് ഫില്ല് ചെയ്ത് അതിൽ വേണം നട്ടു കൊടുക്കാൻ. അപ്പോൾ കുറേ 2-3 കൊല്ലം മുമ്പ് നട്ട സമയത്ത് നമ്മൾ കരിയില കമ്പോസ്റ്റും അതേപോലെ തന്നെ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ടാണ്, ചാണകപ്പൊടി ഇട്ടിട്ടാണ് നട്ടത്. അപ്പോൾ കുറച്ചധികം ദിവസമായി ഞാൻ നനച്ചിട്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉറച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇതേപോലെ ഇതിൻ്റെ അടിഭാഗത്തുനിന്ന് കുറച്ചധികം പോട്ട് മിക്സ് കളഞ്ഞതിന് ശേഷം പുതിയ പോട്ട് മിക്സ് ആ ഒരു പോട്ടിൽ ഫില്ല് ചെയ്തിട്ട് നട്ടു കൊടുക്കാം. ഇത്ര കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. അതിനുശേഷം നമ്മൾ പ്രത്യേകം തയ്യാറാക്കുന്ന ഒരു മണമില്ലാത്ത വളങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. ഇതേപോലെ പോട്ട് മിക്സ് ഇടുന്ന സമയത്ത് അടിഭാഗത്ത് കുറച്ചിട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു പ്ലാന്റ് വെച്ച് നോക്കുക. വെച്ച് നോക്കുന്ന സമയത്ത് ഈ ആദ്യത്തെ ആ ഒരു പോട്ട് മിക്സ് ഈ ഒരു പോട്ടിൻ്റെ മുകളിലേക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പോട്ട് മിക്സ് അടിയിൽ നമ്മൾ ഇപ്പോൾ ഫില്ല് ചെയ്ത് എടുത്തിട്ട് ഈ ഒരു പോട്ടിൻ്റെ കുറച്ച് അടിഭാഗത്തേക്ക് ആ പഴയ പോട്ട് മിക്സ് ഇല്ലെങ്കിൽ ആ ഒരു വേരൊക്കെ നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെടി നട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ആ ഒരു കാര്യമാണ്. ഇതേപോലെ നന്നായിട്ട് തിങ്ങി നിറഞ്ഞ് സ്പ്രൗട്ടും അതേപോലെ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇൻഡോർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഓവർ വെയിലില്ലാത്തൊരു സ്ഥലത്ത്, ഡയറക്റ്റ് സൺലൈറ്റ് തട്ടാത്ത സ്ഥലത്ത് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബ്രൈലൈറ്റ് കൂടുതലായിട്ടുള്ള സ്ഥലത്ത് വയ്ക്കുക. ഇനി നമുക്ക് മണമൊന്നുമില്ലാത്ത ഒരു അടിപൊളി വളം ഉണ്ടാക്കാം. കപ്പലണ്ടി പിണ്ണാക്കാണ്, കടലപ്പിണ്ണാക്ക്. 100 ഗ്രാമൊക്കെ മേടിച്ചാൽ തന്നെ കുറേ കാലം നമുക്ക് വളം ഉണ്ടാക്കാം. 2 നുള്ളിട്ട് വയ്ക്കുക. 3 ലിറ്റർ വെള്ളത്തിൽ അതിലേക്ക് 50 ഗ്രാം സോയാ ചങ്ക്സ്, സോയാബീൻ എടുക്കുന്ന സോയാ ചങ്ക്സ് നമുക്ക് കടയിൽ നിന്നൊക്കെ സിമ്പിളായിട്ട് മേടിക്കാൻ കിട്ടും. 50 ഗ്രാം 3 ലിറ്റർ വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് അടച്ചു വെച്ച് 4-5 ദിവസം വെച്ച് പുളിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഇൻഡോർ പ്ലാന്റിന് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം. മണം ഒന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും നല്ല പ്രത്യേകത. ഗുണം വളരെയധികം കൂടുതലുമാണ്. അപ്പം ഈ ഒരു വളമൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.